ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിയനിങ്സ്. അപ്പൊ നമ്മുടെ ബയോളജി എക്സാം ആണ് ഏറ്റവും ലാസ്റ്റത്തെ എക്സാം അല്ലെ. നമുക്ക് പഠിക്കാൻ അത്യാവശ്യം ദിവസങ്ങളും ഉണ്ട്. അപ്പൊ ഇനി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും നോ വറീസ്, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട്. ബാക്കി സബ്ജക്ട്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ബയോളജി പഠിക്കാം അല്ലെ. അപ്പൊ നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഇനി പഠിച്ചാലും നമുക്ക് എന്താണ് A+ സുഖമായിട്ട് സ്കോർ ചെയ്യാം, ഒരു ഡൗട്ടും ഇല്ല അല്ലെ. അപ്പൊ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മിസ് ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതിന് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജനറ്റിക്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് DNA ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് DNA ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെ മാത്സ് ഫോളോയിങ്ങിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ആ DNA ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെ, നമുക്കറിയാം അതിനകത്ത് ക്രോമസോംസും ആ കാര്യങ്ങളും, പിന്നെ അതിലിപ്പം നമ്മുടെ ന്യൂക്ലിയോടൈഡ്സും അതിന്റെ ബോണ്ടിങ്ങും ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്, പിന്നെ നമ്മുടെ അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും തൈമിനും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അത് എങ്ങനെ പെയർ ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അതിന്റെ ബേസിക് സ്ട്രക്ചറും അതിന്റെ ആ ഒരു പിക്ചറും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. യെസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇനി നമ്മുടെ ക്രോമസോംസിന്റെ സ്ട്രക്ചറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ DNA കൂടി തന്നെ ആ ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്രോമസോംസിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ നമ്മളോട് ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ട് ചോദിക്കാറുള്ളതാണ് നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസും അതുപോലെ തന്നെ സെക്സ് ക്രോമസോംസും അല്ലെ. നമ്മുടെ ബോഡി ഫീച്ചേഴ്സിനെ എല്ലാം മീൻസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രോമസോംസ് ആണ് എന്ത് നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സെക്സ് ഹോർമോൺസ് അല്ല, ക്രോമസോംസ് അല്ലെ, നമ്മുടെ X and Y ക്രോമസോംസ്. ഓക്കെ, അപ്പൊ അതിൽ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടേബിൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ബാക്കിയല്ല സൊമാറ്റിക് ക്രോമസോംസും അതുപോലെ ലാസ്റ്റ് ഒരു സെക്സ് ക്രോമസോംസ് ഉള്ള ആ ഒരു പിക്ചർ അല്ലെ. അപ്പൊ ആ ഒരു പിക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ പിക്ചറൊക്കെ കൊടുത്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ് നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്നാൽ സ്വരൂപ ക്രോമസോമുകളും അതുപോലെ ലിംഗനിർണ്ണയ ക്രോമസോമുകളുമാണ് അല്ലെ. റൈറ്റ്, പിന്നെ ഉള്ളത് നമ്മുടെ DNA-ന്റെയും RNA-ന്റെയും സ്ട്രക്ചറൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. റൈബോന്യൂക്ലിക് ആസിഡ് ആണ് ഒന്ന്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസസ് അതിൽ എന്താണ് തൈമിൻ, ഗ്വാനിൻ, അഡിനോസിൻ മീൻസ് ഈ സംഭവങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒന്നിൽ ഒന്ന് മാറി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കംസ് പറയുന്ന സമയത്ത് അത് എന്താണ് മാറ്റം എന്നുള്ള കാര്യമൊക്കെ യുറാസിൽ വരുന്നുണ്ട് അല്ലെ, RNA-ലാവുമ്പോൾ. റൈറ്റ്, അപ്പൊ ആ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസസും കാര്യങ്ങളും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ പ്രോട്ടീൻ സിന്തസിസ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണം, എങ്ങനെയാണ് പ്രോട്ടീൻ ഓരോ തവണ ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നത് അല്ലെ. നമുക്ക് ഒത്തിരി ആവശ്യമുള്ള ഒരു പാർട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോട്ടീൻ്റെ നമുക്കറിയാം ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ഉണ്ട് അല്ലെ. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ മെൻഡലിന്റെ എക്സ്പെരിമെന്റ്സ്, അതിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും പഠിക്കണം. 3 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വീണ്ടും പറയാം കേട്ടോ. പിന്നെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ ക്രോസിംഗ് ഓവർ, ആ ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലോ ലാസ്റ്റ്, ആ ക്രോസിംഗ് ഓവറിന് ആ ഡയഗ്രാം അതുപോലെ തന്നെ പഠിച്ചോ. ആ ഡയഗ്രാം നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഇത് എന്താണ് അന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറ്റിക്സ് ഓഫ് ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ, അല്ലെങ്കിൽ പരിണാമത്തിന്റെ വഴികൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പൊ വെയിറ്റേജ് കൂടുതലുള്ള ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ് നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തമ്മിലുള്ള ഡിഫറൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കാര്യങ്ങൾ മൊത്തം നിങ്ങൾ പഠിക്കണം കേട്ടോ മക്കളെ. പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ഇൻ ഹ്യൂമൻ എവല്യൂഷണറി പാത്ത്, അതായത് മനുഷ്യ പരിണാമ പാതയിലെ ജീവികൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഓരോന്നും നിങ്ങൾ പഠിച്ചു തന്നെ പോകണം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതിൽ നമ്മുടെ നെയിംസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് മിസ്സിന് അറിയാം, പക്ഷെ നമുക്കൊരു ഓപ്ഷനും ഇല്ല. അതിൻ്റെ അകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പിന്നെ ന്യൂറോൺസിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും, ആ സ്ട്രക്ചർ നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. നിങ്ങളോട് ചിലപ്പോൾ
ചോദിക്കാം, റീഡ്രോ ചെയ്യാനും ചോദിക്കാം. അപ്പൊ ആ സ്ട്രക്ചറും അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ സെൽസിലുള്ള നെർവസ് സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ മൈലിൻ ഷീത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൈലിൻ ഷീത്ത് റിലേറ്റഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ചോദിക്കാറുണ്ട്, അത് നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് അവിടെയുള്ളത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. ബ്രെയിൻ നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് പാർട്സ് ഉണ്ട്, ആ പാർട്സ് ഓരോന്നും പഠിക്കുക. ആ പിക്ചർ നിങ്ങൾ പഠിക്കുക, നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് അടയാളപ്പെടുത്തി തന്നെ പഠിക്കുക. ആ ഓരോ പാർട്സിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക, അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? അതായത് നമ്മുടെ മസ്തിഷ്കവും സുഷ്മിനിയും അല്ലെ, സ്പൈനൽ കോഡും അതുപോലെ ബ്രെയിനും. പിന്നെ സിനാപ്സിന്റെ സ്ട്രക്ചർ പഠിക്കണം, അതിന്റെ പിക്യുലാരിറ്റി ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതിൽ വരുന്നതാണ് നമ്മുടെ സിംപതറ്റിക് ആൻഡ് പാരാസിംപതറ്റിക് നെർവസ് സിസ്റ്റം. അത് രണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ മക്കളെ. പിന്നെ ഇതില് ഈ ഹൈഡ്ര പ്ലനറി അതുപോലെ ഇൻസെക്ട്, ഇതിന്റെ നെർവസ് സിസ്റ്റം എങ്ങനെയാണ്, അത് നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതും നിങ്ങൾ ഏതാണെന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് ബിഹൈൻഡ് സെൻസേഷൻ. ഇനി വരുന്ന 3 ചാപ്റ്റേഴ്സിന് നമുക്കറിയാം ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് തന്നെയാണ് അല്ലെ, 3 എണ്ണത്തിൽ നിന്ന് ഒരേപോലെ തന്നെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിൽ ബിഹൈൻഡ് സെൻസേഷനിൽ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഐ അല്ലെ, കണ്ണിന്റെ ആ ഒരു പാളികളും അതുപോലെ തന്നെ അനുബന്ധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അസോസിയേറ്റഡ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളത് പിക്ചർ വെച്ചിട്ട് തന്നെ പഠിക്കണം, നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ഉള്ളതാണ് ഐ ചേംബേഴ്സ് ആൻഡ് ഹ്യൂമേഴ്സ് അല്ലെ, നമ്മുടെ വിട്രസ് ഹ്യൂമറും അതുപോലെ അക്യൂസ് ഹ്യൂമറും, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ആ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക, അത് നിങ്ങളോട് നെയിം ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, യെസ്. ഇനിയാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ, റോഡ്സ് ആൻഡ് കോൺസ്. അതിന്റെ രണ്ടിന്റെയും പിക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക, അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾ ഓർത്തിരിക്കുക, അതൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് ചോദിക്കാം. പിന്നെ ഐ ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്, നമ്മുടെ നേത്ര രോഗങ്ങൾ അല്ലെ, വൈകല്യങ്ങൾ, അതിൽ തന്നെ ഒത്തിരി രോഗങ്ങളും അതിന്റെ കാരണങ്ങൾ, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ടാബുലേറ്റഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ തന്നെ പഠിക്കുക, വേറെ നമുക്കൊരു ഓപ്ഷനും ഇല്ല. റൈറ്റ്, ഇനി അടുത്ത നമ്മുടെ ഇയർ ആണ്. അപ്പൊ ഇയറിലും എന്താണ് സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക, ആ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളോട് റീഡ്രോ ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. യെസ്. പിന്നെ രുചിന്റെ കേസിൽ രുചിയും ഗന്ധവും അല്ലെ, ടേസ്റ്റ് ആൻഡ് സ്മെൽ, അതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളോട് ചോദിക്കാറുള്ളൂ. പിന്നെ സെൻസറി ഡൈവേഴ്സിറ്റി ഇൻ ഓർഗാനിസംസ്, ഇതും എന്താണ് നമ്മളോട് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണ് ഓരോന്നിന്റെ, ഇപ്പൊ സ്നേക്കിന്റെ ആണെങ്കിൽ അല്ലെ, അപ്പൊ അതേപോലെ ഓരോന്നിൻ്റെതും ഇൻസെക്ട്സിന്റെ ആണെങ്കിൽ അപ്പൊ അവർക്ക് ഉള്ള ആ ഒരു സെൻസറി ഓർഗൻ ഏതാണെന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഫൈൻ. അത്രയാണ് ആ ചാപ്റ്ററിൽ നോക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്, അതായത് ജീവികളിലെ രാസസംവേദനം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിലെ പ്ലാന്റ് ഹോർമോൺസും ഫംഗ്ഷൻസും വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ സസ്യ ഹോർമോണുകളും അവരുടെ പ്രത്യേകതകളും അവരുടെ ഫംഗ്ഷൻസും നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ഏതാണ്, ഇതിനകത്ത് എല്ലാ ഹോർമോൺസും നിങ്ങൾ പഠിക്കണം. എവിടുന്നാണ് നമ്മളോട് ചോദ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൽ റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ പാൻക്രിയാസിന്റെ ഹോർമോൺസും അതിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിന്റെ റെഗുലേഷൻ ഉണ്ടല്ലോ, ആ ഒരു കാര്യം മിസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ വാട്ടറിന്റെ റെഗുലേഷൻ സമ്മറിലും വിന്ററിലും ആ ഒരു ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്, റീ അബ്സോർപ്ഷൻ നടക്കുന്നത്, അത് നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലെ. ആന്റി ഡയററ്റിക് ഹോർമോൺ, ആ ഒരു ഭാഗം നിങ്ങൾ എന്താണേലും പഠിക്കണം. പിന്നെ ഗ്ലൂക്കോസിന്റെ ആ ഒരു റെഗുലേഷൻ, അതിൽ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് ആണ്, പലപ്പോഴും ഡയബറ്റിസിനെ കുറിച്ചാണ് നിങ്ങളോട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ആ ഭാഗത്ത് നിന്ന്. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഡയബറ്റിസിനെ കുറിച്ച് പഠിച്ചു വെക്കുക. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചറും അതുപോലെ ഹോർമോൺസും, ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. അതിൽ മെഡുല കോർട്ടെക്സ്, ഇപ്പോൾ 2 റീജിയൻസിനെ കുറിച്ച് നിങ്ങളോട് വേർതിരിക്കാനും അത് നെയിം ചെയ്യാനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആ ഓരോ ഹോർമോൺസ് നിങ്ങൾ പഠിക്കണം, നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത് ഡിസോർഡേഴ്സും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഇനി അടുത്തതാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ, പഠിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഇമ്മ്യൂൺ മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇമ്മ്യൂണിറ്റി, അക്വയർഡ്, ഇന്നേറ്റ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. പിന്നെ ഫാഗോസൈറ്റോസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് രണ്ടും വിത്ത് പിക്ചർ നിങ്ങൾ പഠിക്കണം. അത് എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് ഭാഗങ്ങളാണ്. പിന്നെ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അതുപോലെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മിസ് ഓൾറെഡി പറഞ്ഞു. പിന്നെ വാക്സിൻസ് നിങ്ങളോട് ചോദിക്കും. ആ ഒരു വാക്സിനേഷൻ്റെ ആ ഒരു പിക്ചറൊക്കെ ലൈക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ കാണുന്ന ആ ഒരു പിക്ചർ വെച്ചിട്ടൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ ഡിസീസസ്, പിന്നെ ഡിഫറെൻറ്റ് വാക്സിൻസ് ഏതാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങളോട് മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഇനി വൈറസ് റിലേറ്റഡ് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ 2 ഡിസീസസ് ആണ്. നമുക്ക് എയ്ഡ്സും അതുപോലെ നിപ്പയും പഠിക്കാനുണ്ട്. അത് രണ്ടും പഠിക്കണം. പിന്നെ ഇതൊക്കെ കോസ്റ്റീവ് ഏജൻസ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. മലേറിയൻ്റെ, ഫിലാറിയാസിസിൻ്റെ, പിന്നെ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം, എങ്ങനെയാണ് ക്യാൻസർ കോസിങ്, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഹെറിഡിറ്ററി ഡിസീസസും അതുപോലെ തന്നെ പ്ലാന്റ് ഡിസീസസും അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി പോവുക. വല്ലപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്ന 2 ഭാഗങ്ങളാണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെയാണ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അതിൽ എന്താണ് ബയോടെക്നോളജി, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ റീകോമിനന്റ് DNA ടെക്നോളജി, അവിടെ ആ ചെറിയ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ക്രിസ്പർ സാങ്കേതിക വിദ്യ, അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ നോക്കണം. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, അത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ജീൻ തെറാപ്പി ഈസ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിങ്, ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ്, പിന്നെ ക്രിസ്പർ റീകോമിനന്റ് DNA ടെക്നോളജി, പിന്നെ ജീൻ തെറാപ്പി, DNA ഫിംഗർ പ്രിന്റിങ്, ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ആ ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അത്ര ക്വസ്റ്റ്യൻസ് വരാറില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ മിസ് പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാ ചാപ്റ്ററിൽ നിന്നും ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് പഠിച്ചാൽ മതി. ഇതൊക്കെയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ്. നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താനും A+ലേക്ക് എത്താനും ഒക്കെ സഹായിക്കുന്ന ടോപ്പിക്സ് ആണ് മിസ് കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ എന്താണ് നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദി എക്സാം. നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. സോ ബൈ ബൈ, താങ്ക് യു.